നമസ്കാരം. ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട ഹോം റെമഡീസിനെ പരിചയപ്പെടുത്താം. ഇത് പ്രമേഹത്തിന് വേണ്ടിയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ഹോം റെമഡീസ്. രണ്ട് വളരെ ശാസ്ത്രീയമായി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറുവപ്പട്ടയാണ്. കറുവപ്പട്ട പല സ്റ്റഡികളിലും ധാരാളം ശാസ്ത്രീയമായ പരിശോധനകളിൽ പ്രമേഹത്തെ വളരെയധികം എഫക്റ്റീവായി തന്നെ കുറയ്ക്കാൻ ശേഷിയുണ്ട് എന്ന് മനസ്സിലാക്കപ്പെട്ട ഒരു ചെടിയാണ് കറുവപ്പട്ട. അപ്പൊ ഈ കറുവപ്പട്ടയ്ക്ക് പ്രമേഹത്തെ കുറയ്ക്കാൻ ശേഷിയുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ കറുവപ്പട്ട എങ്ങനെ ഉപയോഗിക്കണം നോക്കാം. കറുവപ്പട്ട ഉപയോഗിക്കേണ്ടത് ഒന്നുകിൽ കറുവപ്പട്ട പൊടിയാക്കി വെച്ചിട്ട് അത് നമ്മൾ വെള്ളത്തിൽ കലക്കി കുടിക്കുകയോ, അല്ലെങ്കിൽ കറുവപ്പട്ടയുടെ ചെറിയ പീസ്, നമ്മൾ ഒരു വിരലിൻ്റെയൊക്കെ വലിപ്പത്തിലുള്ള ഒരു പീസ് എടുത്ത് ചായ തിളപ്പിക്കുന്ന പോലെ ഈ പട്ടയിട്ട് തിളപ്പിച്ചിട്ട് അതിന്റെ വെള്ളം കുടിക്കുക, ചായ കുടിക്കുന്ന പോലെ കുടിക്കുകയോ ചെയ്യുകയാണ് വേണ്ടത്. വളരെ ലളിതമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് റെഗുലറായി ദിവസം 2 നേരം കുടിക്കേണ്ടതാണ്. കറുവപ്പട്ട കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറുവപ്പട്ട ഒറിജിനൽ കറുവപ്പട്ട തന്നെ ആയിരിക്കണം. നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നത് കറുവപ്പട്ടയുടെ വേറൊരു അഡൾട്രന്റ് ഫോമാണ്. അങ്ങനെ മാർക്കറ്റിൽ കിട്ടുന്ന കറുവപ്പട്ട ഉപയോഗിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ലിവറിന് ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ അഡൾട്രന്റ് ആയിട്ടുള്ള, അതായത് ഈ കറുവപ്പട്ടയ്ക്ക് മായം വരും. ഈ മായം ചേർക്കുന്ന സാധനം, അതായത് കറുവപ്പട്ട പോലെ തന്നെ ഇരിക്കുന്ന മറ്റൊരു സാധനമാണ് ഇത് വരുന്നത്. അപ്പൊ അതിനകത്ത് ഒരു ലിവറിനൊക്കെ ഡാമേജ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പദാർത്ഥം, ഒരു കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒറിജിനൽ കറുവപ്പട്ട തന്നെ വാങ്ങി ഉപയോഗിക്കണം എന്നുള്ളതാണ്. അത് ഒന്നുകിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കറുവപ്പട്ട മരം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കുകയോ, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന വിശ്വസനീയമായ സോഴ്സുകളിൽ നിന്നും കറുവപ്പട്ട കളക്ട് ചെയ്യുകയോ വേണം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലിവറിന് ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വാങ്ങുന്ന കറുവപ്പട്ട എവിടെ നിന്നാണ് അവർ കളക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കില്ല. ഇതല്ലാതെ ഈ കറുവപ്പട്ടയ്ക്ക് വേറെ അങ്ങനെ സൈഡ് എഫക്റ്റോ പ്രശ്നങ്ങളോ ഒന്നും പൊതുവേ ഇല്ല. എങ്കിലും കറുവപ്പട്ട കഴിക്കുന്ന ആൾക്കാർ ഒരുപാട് ചൂടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. ചൂടെന്ന് പറഞ്ഞാൽ ഈ ടെമ്പറേച്ചർ അല്ല ഉദ്ദേശിക്കുന്നത്, ഉഷ്ണവീര്യമായിട്ടുള്ള സാധനങ്ങൾ, അതായത് ഒരുപാട് ഭയങ്കര ശരീരത്തിൽ ഹീറ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ കറുവപ്പട്ട സ്ഥിരമായി കഴിക്കുന്ന ആൾക്കാർ ഒഴിവാക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ്. കറുവപ്പട്ടയുടെ ഒപ്പം തന്നെ കഴിക്കണമെന്നില്ല. നാടൻ നെല്ലിക്കയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്ന വലിയ നാരങ്ങയുടെ വലിപ്പമുള്ള നെല്ലിക്കയല്ല, അതിനൊരു പുളിയാണ്. യഥാർത്ഥത്തിലുള്ള നാടൻ നെല്ലിക്ക വീട്ടിലുണ്ടെങ്കിൽ നാടൻ നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ്. അത് കറുവപ്പട്ടയുടെ ആ ഒരു ഹീറ്റിനെ, കറുവപ്പട്ട ശരീരത്തിൽ ഹീറ്റ് ഉണ്ടാക്കുന്ന സാധനമാണ്, ആ ഹീറ്റിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ്. പ്രമേഹ രോഗികൾക്കും വളരെ നല്ലതാണ്. നാടൻ നെല്ലിക്ക കൊണ്ടുവന്ന് അത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ കറുവപ്പട്ടയുടെ ഒരു അതുപോലുള്ള ഹീറ്റിനെ, ഉഷ്ണവീര്യമായിട്ടുള്ള ആ ഉഷ്ണത്തെ കുറയ്ക്കുന്നതിനും അതോടൊപ്പം തന്നെ പ്രമേഹത്തിനെ ഹെൽപ്പ് ചെയ്യുന്നതിനും ഈ നാടൻ നെല്ലിക്ക സഹായിക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. കറുവപ്പട്ടയുടെ എങ്ങനെയാണെന്ന് ഒന്നുകൂടെ പറയാം. കറുവപ്പട്ട ഒരു ചെറിയ പീസ്, ഒരു 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു പീസ് എടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അത് ചായ പോലെ ആക്കിയിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിന് നീര് കുടിക്കുകയാണ് വേണ്ടത്. ഇതാണ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോം റെമഡി ആയിട്ട് കാണുന്നത്. മറ്റൊരു കാര്യം, ഇതാണ് ഒന്നാമത്തെ കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു എക്സസൈസ് ആണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ കാഫ് റൈസ് ആണ് ചെയ്യേണ്ടത്. കാഫ് റൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണങ്കാലിലെ മസിലുകളുടെ എക്സസൈസ് ആണ്. പിന്നൊന്ന് കണങ്കാലിന്റെ ഫ്രണ്ടിലത്തെ മസിലുകളുടെ എക്സസൈസ് ആണ്. ഈ 2 എക്സസൈസ് ആണ് ചെയ്യേണ്ടത്. ഇത് ഏകദേശം 1 മാസത്തോളമെങ്കിലും ചെയ്യണം. എങ്കിലേ കണ്ടിന്യൂസ് ആയിട്ട് റിസൾട്ട് കിട്ടുള്ളൂ, എങ്കിലേ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. ചെയ്യേണ്ടത് ഇപ്രകാരമാണ്. നമ്മളവിടെ നിന്നിട്ട് ഉപ്പൂറ്റി ഉയർത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ ഉപ്പൂറ്റി ഉയർത്തുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള, നമ്മുടെ ഉപ്പൂറ്റിയുടെ ബലം വരുന്നതിനും അതുപോലെ തന്നെ ആ മസിൽ പ്രവർത്തിക്കുന്നതിലൂടെ ആ മസിൽ നമ്മുടെ രക്തത്തിലുള്ള ഷുഗറിനെ ആഗിരണം ചെയ്ത് അതിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഷുഗർ കുറയ്ക്കും. അങ്ങനെ ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ മസിൽ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുന്നത്. അപ്പോൾ ഈ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസിൽ ഉപ്പൂറ്റി ഉയർത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ജമ്പ് ചെയ്യുക എന്നുള്ളതാണ്. ജമ്പ് ചെയ്യുക, അതും കാഫ് മസിലിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. ജമ്പ് ചെയ്യുന്നു. പിന്നെ ഇതാണ് രണ്ടാമത്. ഇത് രണ്ടും ശരിക്കും ഒരു 50 തവണയെങ്കിലും ഒരു തവണ ചെയ്യുമ്പോൾ ചെയ്യണം. ഇങ്ങനെ 3 നേരം ചെയ്യണം. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി, അല്ലെങ്കിൽ രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, ഇങ്ങനെ 3 നേരം ചെയ്യുക. ഈ ഉപ്പൂറ്റി ഉയർത്തുന്നത് 50 ചെയ്യുക, ജമ്പ് ചെയ്യുന്നത് 50 ചെയ്യുക. അപ്പൊ രാവിലെ 50 ചെയ്യണം, ഉച്ചയ്ക്ക് 50 ചെയ്യണം, വൈകുന്നേരം 50 ചെയ്യണം. ഇങ്ങനെ 50 ചെയ്യണം. അതുപോലെ തന്നെ ആണ് ഇപ്പൊ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന ഒരു എക്സസൈസ് ഞാൻ കാണിക്കാം. ഇരുന്നുകൊണ്ട് ചെയ്യുന്ന എക്സസൈസ് എന്ന് വെച്ചാൽ കാല് നമ്മൾ ഒരു ചെയറിൽ നിവർന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക, എന്നിട്ട് കാല് ഉയർത്തുക. കാലിങ്ങനെ ഉയർത്തി 90 ഡിഗ്രി ഉയർത്തുക, എന്നിട്ട് താഴ്ത്തുക. അങ്ങനെ ആദ്യം ഒരു കാല് ഉയർത്തുക, അതൊരു 10 തവണ ചെയ്തതിനു ശേഷം അടുത്ത കാല് ഉയർത്തുക.
അത് 10 തവണ ശേഷം അടുത്ത കാല് ഉയർത്തുക. അങ്ങനെ 50 തവണ ചെയ്യുക. ഇങ്ങനെ ഈ 3 സാധനം 3 സെറ്റ് ചെയ്യുക. ഈ 3 എക്സസൈസും 3 സെറ്റ് വീതം ചെയ്യുക. ഇത് ഷുഗർ തന്നെ നമ്മൾ കുറയ്ക്കാൻ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ മൂന്നാമതൊരു കാര്യം കൂടി പറയാം. നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം 10 മിനിറ്റ് നടക്കുക. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് സാധാരണ പൊതുവെ ഇരിക്കുക, കിടക്കുക, വിശ്രമിക്കുക, ഇതൊക്കെയാണെങ്കിലും നമ്മൾ സാധാരണ ചെയ്യുക. അത് ചെയ്യുന്നതിന് പകരം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ച് വിശ്രമിക്കുകയാണെങ്കിൽ ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ഇനി മുതൽ വിശ്രമിക്കാതെ നമ്മൾ 10 മിനിറ്റ് നടക്കുക. 10 മിനിറ്റ് നടന്നതിന് ശേഷം വേണം വന്നിരിക്കുക. ഓക്കെ, ഈ കാര്യം കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ 3 കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഇത് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. ഇത് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ കാണും. അവരിതിൻ്റെ എഫക്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ കിട്ടാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നമസ്കാരം.